റെയിൽവേ സ്റ്റേഷനിൽ പോകാനാണ് നമ്മളത് രാവിലെ യൂബർ ബുക്ക് ചെയ്തത്. ഓട്ടോ ചേട്ടൻ ദേ എങ്ങോട്ടോ പോകുന്നു. ഞാൻ കൈ തട്ടിയും അല്ലാതെയൊക്കെ വിളിച്ചു നോക്കി. പക്ഷേ അവസാനം ചേട്ടൻ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് കഥ പറഞ്ഞു വന്നപ്പോഴാണ് ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, പത്തനംതിട്ട എന്നുള്ളതാണ്. അങ്ങനെ ദേ ഈ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് എൻ്റെ ചെങ്ങന്നൂർക്കുള്ള ട്രെയിൻ. നല്ല നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഫാമിലി കയറുന്ന കണ്ടപ്പോൾ ഞാൻ അവരോട് ചാടി കയറിയതാണ്. അങ്ങനെ സീറ്റൊക്കെ പിടിച്ചു കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്നു. കുറച്ച് നേരം ഉറങ്ങി. അപ്പോഴത്തേക്ക് മഴ പെയ്തു. പിന്നെ പെട്ടെന്ന് ചെങ്ങന്നൂർ വന്ന് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു 5 മണിക്ക് ഇറങ്ങിയതാണ്. വിശന്ന് അയ്യോ ബസ്സിലോട്ട് കയറിയിട്ട് ഇത് ഫോട്ടോ എടുത്തപ്പോൾ തിരിക്കണോ എങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ എടുത്ത് അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വിശന്നാൾ നിങ്ങളല്ലാതാവുമെന്ന് കേട്ടില്ല. ശരിക്കും അതായിരുന്നു സംഭവം. ഞാനല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ പത്തനംതിട്ട വന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടി. എന്തൊക്കെ വാങ്ങി, ഉഴുന്നോട, പരിപ്പട, സുഖിൻ, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടിയിട്ട് എൻ്റെ ബാഗിന് എന്നും ഇല്ലാത്തൊരു വെയിറ്റായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അടുത്തൊരു ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. ഞാൻ രാവിലെയും ഇപ്പോഴും കയറിയ ഓട്ടോയിലെ ചേട്ടന്മാർ അടിപൊളിയാണ് കേട്ടോ. നല്ല സംസാരമായിരുന്നു. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളങ്ങനെ കത്തിയടിച്ചാണ് വീട് വരെ എത്തിയത്. നല്ല വെയിലുണ്ട്, വിശപ്പുണ്ട്. എനിക്ക് എന്താണ് എൻ്റെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. എൻ്റെ കൂട്ടത്തിൽ ചേട്ടൻ്റെ വർത്തമാനം കൂടെ ആയപ്പോൾ സെറ്റായിരുന്നു. അങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ അമ്പലത്തിലെ പാലത്തിൽ നല്ല വെള്ളമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് വന്ന് ഞങ്ങൾക്ക് പമ്പുണ്ട് ഗൈസ്. പുതിയ പമ്പ് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പമ്പില്ലായിരുന്നു. എല്ലാവരും പട്ടിക്കാടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അങ്ങനെ ഞങ്ങൾക്കും പമ്പൊക്കെ വന്നിട്ടുണ്ട്. അവിടുന്ന് പോയി എത്രയായാലും നമ്മുടെ നാട്ടിലോട്ടൊക്കെ തിരിച്ചെത്തുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഈ മെട്രോ സിറ്റിയിലൊക്കെ നിന്നാലും ദേ എൻ്റെ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ വീട്. ചെന്നിറങ്ങിയപ്പോൾ തന്നെ അമ്മ കോവയ്ക്ക ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പോകുമ്പോൾ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ അത്തപ്പൂക്കളം പപ്പിനെ കാണിക്കാം. ഈ ഒരു വാലടി ശബ്ദമാണ് അവൻ്റെ സ്നേഹം. അങ്ങനെ അവനെ സ്നേഹിച്ച് പിന്നെ പോയി കുളിച്ച് എനിക്ക് വേറെ ഒന്നും വേണ്ട, കുറച്ച് പഴങ്കഞ്ഞി തരാമോ എന്ന് ചോദിച്ചിട്ടാണ് പോയത്. തിരിച്ചു വന്നപ്പോൾ അമ്മ മുളകൊക്കെ ചതച്ചിട്ടൊരു പഴങ്കഞ്ഞിയൊക്കെ എടുത്ത് വെച്ചു. സത്യം പറയാമല്ലോ, എന്തൊക്കെ കഴിച്ചാലും ഈ ഒരു സാധനം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അയ്യോ സെറ്റാണ്. അങ്ങനെ ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല. അമ്മ എന്നെ വഴക്ക് പറയാണ്, നല്ല ചോറിരിപ്പുണ്ട് അത് കഴിച്ചാൽ പോരെ. ഞാൻ പറഞ്ഞ് പറ്റില്ല, എനിക്കിത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കുമായിരുന്നു. മന്തി കഴിച്ചാലോ ബിരിയാണി കഴിച്ചാലോ കിട്ടാത്തൊരു സുഖമാണ് എനിക്ക് ഈ പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ. അങ്ങനെ അതും കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി. പിന്നെ ഉച്ചയ്ക്ക് മുരിങ്ങയില തോരനും സാമ്പാറും പപ്പടവും ഇതും കൂടെ കഴിച്ചപ്പോഴത്തേക്ക് സത്യം പറയല്ലോ എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ നല്ല പോലെ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ വൈകുന്നേരം ഒരു 4-4:30 ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്.